ദുരന്ത വാർത്ത. മലയാള സിനിമയുടെ അണിയറയിലും അരങ്ങിലും ഒരേപോലെ തിളങ്ങിയ ആ വ്യക്തിത്വം ഇനി നമുക്കൊപ്പമില്ല. സംവിധായകൻ മേജർ രവിയുടെ ചാലകശക്തിയായ സഹോദരൻ എന്നതിനപ്പുറം സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ കണ്ണൻ പട്ടാമ്പിയാണ് നമ്മോട് വിടവാങ്ങിയത്. സിനിമയുടെ തിളക്കമുള്ള വെളിച്ചത്തിനപ്പുറം ആ വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന ചില നിശബ്ദ സാന്നിധ്യങ്ങളുണ്ട്. പ്രശസ്ത നടൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിവയെല്ലാമായിരുന്നു കണ്ണൻ പട്ടാമ്പി. വെറും 90-ലേറെ സിനിമകളുടെ ഭാഗമായ ഒരാളെന്ന നിലയിലല്ല, മറിച്ച് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണേട്ടൻ എന്ന നിലയിലാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കപ്പെടുന്നത്. പാലക്കാട് പട്ടാമ്പിയിലെ ഞാങ്ങാട്ടിരിയിലുള്ള വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ദീർഘനാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെട്ടം, പുലിമുരുകൻ, കിളിച്ചുണ്ടൻ മാമ്പഴം എന്നിങ്ങനെ നമ്മൾ നെഞ്ചിലേറ്റിയ 93ഓളം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. എന്നാൽ അഭിനയത്തെക്കാൾ അദ്ദേഹം സിനിമയെ സ്നേഹിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിലാണ്. ഷാജി കൈലാസ്, വി.കെ. പ്രകാശ്, സന്തോഷ് ശിവൻ തുടങ്ങിയ വമ്പൻ സംവിധായകരുടെ ചിത്രങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയത് ശ്രീ കണ്ണൻ പട്ടാമ്പി എന്ന ഊർജ്ജസ്വലനായ മനുഷ്യനായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടത് റേച്ചൽ എന്ന സിനിമയിലായിരുന്നു. പിന്നീട് അസുഖം മൂർച്ഛിച്ചതോടെ അദ്ദേഹം സിനിമാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തൻ്റെ പ്രിയ സഹോദരൻ്റെ വിയോഗവാർത്ത മേജർ രവി തന്നെയാണ് ലോകത്തെ അറിയിച്ചത്. ഒരു കാലഘട്ടത്തിലെ പട്ടാള സിനിമകളുടെ എല്ലാം നട്ടെല്ലായിരുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടിയായിരുന്നു ശ്രീ കണ്ണൻ പട്ടാമ്പി. പട്ടാമ്പിയിലെ ആ തറവാട് മുറ്റത്ത് സംസ്കാരം നടന്നപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് ഒരു നല്ല കലാകാരനെ മാത്രമല്ല, വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയെ കൂടിയാണ്. വെള്ളിത്തിരയിൽ ഇനിയും ഒരുപാട് വേഷങ്ങൾ ബാക്കിയാക്കിയാണ് ആ മടക്കം. കണ്ണൻ പട്ടാമ്പി ബാക്കി വെച്ചുപോയ ആ വലിയ സൗഹൃദങ്ങൾക്കും ഓർമ്മകൾക്കും മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കണ്ണേട്ട, വിട. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.